അതിനിടെ ഒരു പുതിയ ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്, എന്താണ് യുവതി പറയുന്നത്? ശബ്ദരേഖ കേൾക്കാം. എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? തന്റെ പെർമിഷൻ ഇല്ലാതല്ല, താൻ ആലോചിക്കാത്തോണ്ടാ പറയുന്നത്. താൻ ഇതിന്റെ കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. തന്നെ കൂടെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലോ. അത് താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ല എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. താൻ എങ്ങനെ ഫേസ് എടോ, അത് സ്വാഭാവികമല്ലേ. താനിപ്പോ തന്നെ പറ്റി മാത്രമല്ല ആലോചിക്കുന്നത്. അല്ല, ഒരിക്കലുമല്ല. താൻ എന്നെ പറ്റി ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുക്കുന്നത്? തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയാം. പറയും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. ഇപ്പോഴാണ് എന്റെ സീരിയസ്. എനിക്ക് ഇതിനകത്ത് എന്റെ ടെമ്പർ തെറ്റുന്ന ദേഷ്യം വരുമ്പോഴോ താൻ എന്റെ കോൺസിക്വൻസിനെ പറ്റി ഒരു ബോധമില്ല. തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തേലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ, കേട്ടോ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്കും ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞൊരു പോട്ടെ, താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് താനിങ്ങനെ എനിക്കൊരു സമാധാനം ലഭിക്കുക. അത് ഉണ്ടായതിനു ശേഷം പിന്നെ അതുണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, എന്ത് ചെയ്യും താൻ എന്താ ചെയ്യാൻ പോകുന്നത്? അതൊക്കെ എന്തെന്നും പറഞ്ഞു കൊണ്ടുവരും. ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് ആ കൂടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. അല്ല, താൻ എന്താണോ സിനിമ കാണുകയാണോ ഇത്? സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്നല്ല സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത്, അതൊന്നും തനിക്കറിയണ്ട. തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം. ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അത് എന്റെ സ്നേഹമാണ്, തന്റെ പോലത്തെ സ്നേഹമല്ല. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും. തന്റെ ഒരു സഹായം അതിന് ആവശ്യമില്ല. ഞാൻ ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നുണ്ടോ? തന്നോട് എന്താണോ ചെയ്യുന്നത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്. താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത്? ഞാനിപ്പോ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ്. അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തന്റെ ലൈഫ് തകരത്തില്ല. തന്റെ ലൈഫ് തകരത്തില്ല. ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞല്ലോ. എനിക്ക് തന്നെ ഒന്ന് കാണണം. എനിക്ക് തലയൊക്കെ പൊട്ടിപ്പൊളിയാ. സീരിയസ്ലി എനിക്ക് പറ്റുന്നില്ല. എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം. അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്നെ കൊല്ലാനാണോ? എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാ താൻ വിചാരിക്കുന്നത്? എനിക്ക് കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യല്ലേ? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്നാ താൻ വിചാരിക്കുന്നത്? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ട് അങ്ങ് പോവോ കൊന്നിട്ട്? താൻ എന്താ ചെയ്യ? തനിക്ക് കൊല്ലാനാണ് തോന്നുന്നെങ്കിൽ താൻ കൊല്ല. അതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖ. അത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ശബ്ദരേഖയുണ്ട്. ഗർഭഛിദ്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയെ നിർബന്ധിക്കുന്നുവെന്ന്. അതിൻ്റെ തുടർ സംഭാഷണങ്ങൾ അതാണിപ്പോൾ പ്രേക്ഷകർ കേട്ടത്. സലിം മാലിക് വിവരങ്ങളുമായി. സലിം.